എന്താണ് റെയ്സ് സിൻഡ്രോം? വളരെ റെയർ ആയിട്ടുള്ളതും എന്നാൽ സീരിയസ് ആയതുമായ ഒരു കണ്ടീഷനാണ് റെയ്സ് സിൻഡ്രോം. സാധാരണ എല്ലാ ഏജിലുമുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇതെങ്കിലും ചിൽഡ്രനിലും ടീനേജേഴ്സിലുമാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ലിവറിനെയും ബ്രെയിനിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലിവറിലും ബ്രെയിനിലും ഒക്കെ സ്വെല്ലിംഗ് ആണ് സാധാരണയായിട്ട് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് കാണപ്പെടുന്നത്. കുട്ടികളിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ഫ്ലൂ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷന് ശേഷമാണ് റെയ്സ് സിൻഡ്രോം ഡെവലപ്പ് ആകുന്നതായിട്ട് കാണുന്നത്. ഈ കണ്ടീഷന്റെ പ്രധാനപ്പെട്ട കുറച്ച് സിംറ്റംസ് ആണ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്, കൺഫ്യൂഷൻ ആൻഡ് സീഷർ. ഈ ഒരു കണ്ടീഷന് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടായതിനു ശേഷം 3 മുതൽ 5 ദിവസം എടുക്കും സിംറ്റംസ് ശരീരത്തിൽ ഡെവലപ്പ് ആവാനായിട്ട്. റെയ്സ് സിൻഡ്രോം ഉണ്ടാവുന്ന കുട്ടികളുടെ ബ്ലഡ് ഷുഗർ കുറയുകയും ബ്ലഡിലെ അമോണിയ, അസിഡിറ്റി ഇവയുടെ അളവ് കൂടുകയുമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ലിവറിന് സ്വെല്ലിംഗ് ഉണ്ടാവുകയും ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ബ്രെയിന് സ്വെല്ലിംഗ് ഉണ്ടാവുകയും അതുവഴി കൺഫ്യൂഷൻ, സീഷർ, ലോസ് ഓഫ് കോൺഷ്യസ്നസ് പോലെയുള്ള ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടായി അതൊരു എമർജൻസി കണ്ടീഷനായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ റെയ്സ് സിൻഡ്രോം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് കാണുന്ന 2 സിംറ്റംസ് ആണ് ഡയേറിയ ആൻഡ് റാപ്പിഡ് ബ്രീത്തിങ്. ചിൽഡ്രൻസിലും അതുപോലെ തന്നെ ടീനേജേഴ്സിലും കാണപ്പെടുന്ന മറ്റൊരു സിംറ്റമാണ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെയുള്ള വോമിറ്റിങ്ങും അതുപോലെ തന്നെ സ്ലീപ്പിനെസ്സും. റെയ്സ് സിൻഡ്രോമിന്റെ റീസൺ അല്ലെങ്കിൽ കോസ് അൺനോൺ ആണ്. എന്നാലും ഈ ഫ്ലൂ, ചിക്കൻ പോക്സ് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ആസ്പിരിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്. കാരണം ആസ്പിരിൻ ഈ ഒരു റെയ്സ് സിൻഡ്രോവുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റ് മെറ്റബോളിക് കണ്ടീഷൻസ് ഉള്ള ചിൽഡ്രൻസിലും റെയ്സ് സിൻഡ്രോം ഡെവലപ്പ് ചെയ്യാറുണ്ട്. സോ എൻക്ലെക്സാറിൻ പ്രിപ്പയർ ചെയ്യുന്നവർ റെയ്സ് സിൻഡ്രോം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. വളരെ റെയർ ആയിട്ടുള്ള സീരിയസ് കണ്ടീഷനാണ്. ലിവറിനെയും ബ്രെയിനെയുമാണ് സാധാരണയായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. സ്വെല്ലിംഗ് ഇൻ ദ ലിവർ ആൻഡ് ബ്രെയിൻ, ഇതാണ് റെയ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. കുട്ടികളിലും ടീനേജേഴ്സിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എസ്പെഷ്യലി ചിക്കൻ പോക്സ് അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ ശേഷം അല്ലെങ്കിൽ ആസ്പിരിൻ എടുക്കുന്നവർക്കൊക്കെ ഇത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു റെയ്സ് സിൻഡ്രോം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.